വിജയം എപ്പോഴും മധുരം തന്നെയാണ്. അത് അതിമധുരമാകുന്നത് എതിരാളികൾ കരുത്തരാകുമ്പോഴും വിജയം കടുത്ത പോരാട്ടത്തിലൂടെ ആകുമ്പോഴുമാണ്. അതാണ് വനിതാ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിൽ കഴിഞ്ഞ ദിവസം ഭാരത വനിതകൾ മുംബൈയിൽ കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത്. കഞ്ഞി കിരീടം എന്നത് ആ വിജയത്തിന് പിന്നെയും മാറ്റുകൂട്ടുകയായിരുന്നു. ഏകദിനത്തിലും 2020-ലുമായി പുരുഷന്മാർ നേടിയ 4 ലോക കിരീടങ്ങളോടൊപ്പം വനിതകളുടെ ഉജ്ജ്വലമായ ഒരു സംഭാവന. വിവിധ മേഖലകളിൽ നമ്മുടെ നാരീശക്തി കൈവരിക്കുന്ന നേട്ടങ്ങൾക്ക് മകുടം ചാർത്തുന്നതിനായി ദക്ഷിണാഫ്രിക്കയെ ഫൈനലിൽ മുട്ടുകുത്തിച്ച പ്രകടനം തന്നെ. കണക്കുകൂട്ടലുകൾക്കും നിമിത്തങ്ങൾക്കും വിശകലനങ്ങൾക്കും ഒന്നും പോരാട്ട വീര്യത്തിനും നിശ്ചയദാർഢ്യത്തിനും മുന്നിൽ പിടിച്ചു നിൽക്കാനാവില്ല എന്ന് പ്രഖ്യാപിക്കുന്നതായിരുന്നു ക്യാപ്റ്റൻ ഹർമൻപ്രീത് കൗറും സംഘവും ഭാരതത്തിനായി കളിക്കളത്തിൽ നടത്തിയ പ്രകടനം. ഈ ലോകകപ്പിൽ രണ്ടാമത് ബാറ്റ് ചെയ്ത മത്സരങ്ങളെല്ലാം ജയിച്ചു എന്നുള്ള റെക്കോർഡുമായി എത്തിയ ദക്ഷിണാഫ്രിക്കയുടെ ജൈത്രയാത്ര ഫൈനലിലും തുടരും എന്നുള്ള വിലയിരുത്തലിനെയാണ് അവർ 52 റൺസ് ജയത്തോടെ മറികടന്നത്. ഫൈനലിലും രണ്ടാമതായി ബാറ്റിംഗിനിറങ്ങിയ ആഫ്രിക്കൻ വനിതകൾക്കെതിരെ ഒപ്പത്തിനൊപ്പം മുന്നേറിയ മത്സരത്തിൽ കൃത്യസമയങ്ങളിൽ പ്രഹരമേൽപ്പിക്കാൻ ഭാരതത്തിന് കഴിഞ്ഞത് സംയമനത്തോടെയും സ്വയം നിയന്ത്രിച്ചും ആവേശത്തിന് അടിപ്പെടാതെയും കളിയെ കൈകാര്യം ചെയ്തതിൻ്റെ ബലം തന്നെയായിരുന്നു. ഇത്തരം അവസരങ്ങളിലാണ് ക്യാപ്റ്റൻ്റെ മികവ് പൂർണ്ണ രൂപത്തിൽ പ്രകടമാവുന്നത്. സ്വന്തം ടീമിനെയും എതിരാളികളെയും അറിഞ്ഞും സാഹചര്യങ്ങൾ മനസ്സിലാക്കിയും കളിയുടെ ഗതി നിയന്ത്രിക്കാൻ നായികയ്ക്കും കളിക്കാർക്കും കഴിഞ്ഞത് സെഞ്ചുറികളേക്കാൾ വിലപ്പെട്ട സംഭാവനയായിരുന്നു. ടീമിൻ്റെ ഓൾറൗണ്ട് മികവിൻ്റെ വിജയം കൂടിയായിരുന്നു ഇത്. ദക്ഷിണാഫ്രിക്ക എന്ന ക്രിക്കറ്റ് നിർഭാഗ്യ ടീമിൻ്റെ ദുരവസ്ഥ ഒരിക്കൽ കൂടി മുംബൈയിൽ DY പാട്ടീൽ സ്റ്റേഡിയത്തിൽ പ്രകടമായത് കളിക്കളത്തിലെ അനിശ്ചിതത്വത്തിൻ്റെ ഭാഗമായി മാത്രം കാണാം. ലോകത്ത് ഒന്നാം നിരക്കാരായിട്ടും ഒരു ലോകവിജയം കൈവരിക്കാനാവാത്ത അവരുടെ നിർഭാഗ്യം ഇവിടെയും ആവർത്തിക്കുക തന്നെയായിരുന്നു. കായിക രംഗത്തെ മികവിനെയും നേട്ടത്തെയും സമ്മാനത്തുകയുടെ വലിപ്പം കൊണ്ടോ പ്രകടന മികവ് കൊണ്ടോ വ്യക്തിപരമായ നേട്ടം കൊണ്ടോ മാത്രമല്ല അളക്കേണ്ടത്. ഓരോ വിജയവും സമൂഹത്തിൻ്റെ സമീപനത്തിലും ചിന്താഗതിയിലും വരുത്തുന്ന സ്വാധീനം സുപ്രധാനം തന്നെയാണ്. വനിതകളുടെ ഈ കിരീട വിജയം ഭാരതത്തിലെ വനിതാ കായിക രംഗത്തിൻ്റെ എല്ലാ മേഖലകളിലും പ്രതിഫലിപ്പിക്കും എന്നുള്ളത് ഉറപ്പ് തന്നെയാണ്. അതാണ് വിജയങ്ങൾ നൽകുന്ന ഏറ്റവും വലിയ സംഭാവനയും. ക്രിക്കറ്റ് ആവേശം തലക്കി പിടിക്കുമ്പോഴും വനിതാ ക്രിക്കറ്റിനെ കാര്യമായി ഗൗനിക്കാത്ത ആരാധക മനസ്സിൻ്റെ വ്യക്തമായ മാറ്റം ഈ ലോകകപ്പ് മത്സര ദിനങ്ങളിൽ പ്രകടമായിരുന്നു. വനിതകളുടെ കളി കാണാനും ആരാധക വൃന്ദം ടിവികൾക്ക് മുന്നിൽ കാത്തിരുന്നു. സ്റ്റേഡിയങ്ങൾ നിറയുകയായിരുന്നു. സച്ചിനെയും ഗാംഗുലിയും കോഹ്ലിയും രോഹിത് ശർമ്മയും പോലെ വനിതാ താരങ്ങളെയും പേരെടുത്ത് പറഞ്ഞ് ആരാധിക്കാനും അവരുടെ പ്രകടന റെക്കോർഡുകൾ ഓർത്തിരിക്കാനും ഇന്ന് ആരാധകരുണ്ട്. നിരന്തരമായ പോരാട്ട മികവിലൂടെയും പ്രകടന നിലവാരത്തിലൂടെയും വിജയങ്ങളിലൂടെയും വനിതകൾ ആർജിച്ച കരുത്തിൻ്റെ സൂചന ഇതിൽ തെളിഞ്ഞു നിൽക്കുകയാണ്. കായിക ലോകം തങ്ങളുടേതു കൂടിയാണ് എന്ന് അവർ അടിവരയിട്ട് പറയുകയാണ്. അത് രാജ്യത്തെ വനിതാ കായിക രംഗത്ത് ഉണ്ടാക്കുന്ന സ്വാധീനം വലുത് തന്നെയാണ്. മിതാലി രാജിനെ പോലെയുള്ള മുൻ താരങ്ങൾ തുടങ്ങിവെച്ച കളിക്കളത്തിലെ വിപ്ലവം തുടരുകയാണ് നായിക ഹർമൻപ്രീത് കൗറും ഫൈനലിലെ താരം ഷെഫാലി വർമ്മയും ടൂർണമെൻറ്റിലെ താരം ദീപ്തി ശർമ്മയും അടക്കമുള്ളവരൊക്കെ. ഇതൊരു വിളംബരം തന്നെയാണ്, കളിക്കളത്തിലെ നാരീശക്തിയുടെ വിളംബരം. ഹോക്കിയിലും ചെസ്സിലും ട്രാക്ക് ആൻഡ് ഫീൽഡിലും ബോക്സിങ്ങിലും ഗുസ്തിയിലും അടക്കം തുടർന്നു പോരുന്ന ലോക പോരാട്ടങ്ങൾക്കും വിജയങ്ങൾക്ക് പൊൻതൂവൽ ചാർത്തുന്ന വിളംബരം. ഇതൊരു വലിയ സന്ദേശം തന്നെയാണ്. നിശബ്ദനായ ഒരു സൂത്രധാരൻ ഈ വിജയത്തിന് പിന്നിലുണ്ട്. അത് പരിശീലകൻ അമോൽ മജുംദാറാണ്. കളി ജീവിതത്തിൽ ഒരു ഇന്ത്യൻ കുപ്പായം പോലും കിട്ടാൻ ഭാഗ്യമില്ലാത്ത പോയ അതുല്യ പ്രതിഭയായ മജുംദാർ ശിഷ്യകളിലൂടെ ലോകം വെട്ടിപ്പിടിച്ചത് അദ്ദേഹത്തിൻ്റെ സഹനത്തിനും അർപ്പണത്തിനും കിട്ടിയ വലിയ അംഗീകാരം തന്നെയാണ്. കളിജീവിതം സച്ചിനെയും സൗരവ് ഗാംഗുലിയും VVS ലക്ഷ്മണനെയും രാഹുൽ ദ്രാവിഡിനെയും പോലെയുള്ള മഹാരഥന്മാർക്ക് ഒപ്പം ഒരേ കാലത്തിനായതിനാൽ ദേശീയ ടീമിലേക്ക് ഒരു ഇടം കിട്ടാതെ പോയ പ്രതിഭയാണ് മജുംദാർ. അദ്ദേഹത്തിനായി കാലം കരുതി വെച്ച ലോക വിജയമായി വേണം വനിതകളുടെ ഈ വിജയത്തെ നമുക്ക് കാണാൻ.